പൊറോട്ടയ്ക്കും ബീഫിനും ഫാൻസ് ഉണ്ട്. ഒന്ന് ലൈക്ക് അടിക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതൊക്കെ ഉണ്ടാക്കുന്നതാണ്. എന്നാലും ഒരു സ്പെഷ്യൽ ബീഫ് കറി എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇവിടെ കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതിനെ എന്ത് ചെയ്യണം? ആദ്യം തന്നെ നല്ല വൃത്തിക്ക് കഴുകിയെടുക്കണം. കുറേ വെള്ളത്തിൽ കഴുകിയെടുക്കണം. അങ്ങനെ നന്നായി നമ്മുടെ ബീഫിനെ കഴുകി എടുത്തിട്ടുണ്ട്. അടുത്ത് എന്ത് ചെയ്യുക? നമുക്കൊന്ന് മസാല എടുത്താലോ? ഞാൻ എടുത്ത കാശ്മീരി മുളകാണ്. കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി. ഇതാണ് പുരട്ടി വെക്കാൻ വേണ്ടി എടുത്തത്. അതിൽ കൂടെ നമുക്ക് കുറച്ച് ടിപ്പായിട്ടുള്ള ടേസ്റ്റ് കൂട്ടാൻ എന്തൊക്കെ ഇടാം? ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം, കുറച്ച് കറിവേപ്പില ഇടാം, ചെറിയ ഉള്ളിയും സവാളയും കൂടെ ചേർക്കാം. ഉപ്പ് ചേർക്കണേ, അത് മറക്കരുത്. പിന്നെ കുറച്ച് നാരങ്ങാ നീര്, അതെല്ലാം കൂടെ നല്ല മിക്സ് ചെയ്ത് അങ്ങ് കൊടുക്കണം. ഇതെല്ലാം നല്ല മിക്സ് ചെയ്ത് പിടിക്കാൻ വേണ്ടി നമ്മൾ ഈ നാരങ്ങാ നീര് ചേർക്കുന്നതേ. അപ്പോൾ നമ്മൾ കൈയിട്ട് മിക്സ് ചെയ്താൽ അതിൻ്റെ ഒരു പരുവം കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. കൈയിട്ട് അല്ലെങ്കിൽ സ്പൂൺ വെച്ച് മിക്സ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് എല്ലാ ബീഫിലും ഒന്ന് പിടിക്കണം. അതിനനുസരിച്ച് പുരട്ടി എടുക്കണം. എന്നിട്ട് തന്നെ ഒന്ന് മാറ്റി വെച്ചിരിക്കേ. അടുത്ത് ഇതിനെ തന്നെ നമുക്കൊന്ന് വേവിക്കണം. അപ്പോൾ അത് കുക്കറിലാണ് വേവിക്കണം. ഇത്തിരി വേവ് കൂടുതലാണല്ലോ ബീഫ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം. നാടൻ രീതിയിൽ ഉണ്ടാക്കണമെങ്കിൽ വെളിച്ചെണ്ണയാണ് ബെസ്റ്റ്. നല്ല ടേസ്റ്റ് മണമായിരിക്കും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇതിനെടുത്ത് കുക്കറിൽ വെച്ച് അധികം വെള്ളം ഒഴിക്കാൻ കേട്ടോ. അതിൽ നിന്ന് തന്നെ വെള്ളം വരും. കുക്കറിൽ വിസിലിട്ട് ഒരു 5 അല്ലെങ്കിൽ 6 വിസിലാകുമ്പോൾ അതിനെടുത്ത് മാറ്റി വെച്ചിരിക്കണം. അടുത്ത് നമുക്ക് കറിക്ക് വേണ്ടി സാധനങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി വേണം, സവാള വേണം, തക്കാളി വേണം, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്. അത് നല്ല ടേസ്റ്റാണ്. പിന്നെ ചെറിയ ഉള്ളിയാണ് കൂടുതൽ എടുക്കേണ്ടത്. അതാണ് ടേസ്റ്റ്. ബീഫിന് നാടൻ ബീഫാണെങ്കിൽ ചെറിയ ഉള്ളിയാണ് ബെസ്റ്റ് കേട്ടോ. സവാളയും എടുക്കാം. അടുത്ത് അതിൻ്റെ എൻ്റെ സ്പെഷ്യൽ കൂട്ട് എന്താണെന്ന് അറിയാമോ? മല്ലിയും മുളകും കൂടെ പച്ചയ്ക്കൊന്ന് അതിൻ്റെ മണം പോകുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കണം. എന്നിട്ട് അതിനെ മാറ്റി വയ്ക്കണം. അടുത്ത മസാലയൊക്കെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും എരിവ് അനുസരിച്ച് ഇടാവുക. നിങ്ങളുടെ കണക്കിനനുസരിച്ച് ഇടണം. എരിവ് വേണ്ടവർക്ക് എരിവ് കുറച്ച് കൂട്ടിയെടുക്കാം. അതിനെ മാറ്റി വയ്ക്കണം. അടുത്ത് നമ്മൾ ബീഫ് കറി ഉണ്ടാക്കിയാലോ? അതിന് ഉരുളിയാണ് ബെസ്റ്റ്. വിറകടുപ്പിൽ വയ്ക്കുന്നതിന് ഏറ്റവും ടേസ്റ്റ് ആയിട്ട്. പക്ഷേ വിറകടുപ്പിൽ വയ്ക്കാനുള്ള വിറക് ഇല്ലാത്തത് കൊണ്ട് ഗ്യാസിലാണ് വയ്ക്കുന്നത്. അപ്പോൾ ഉരുളിയിൽ നമ്മുടെ വെളിച്ചെണ്ണ എടുത്ത് ചൂടാക്കി ഒന്ന് കടുക് വറുത്ത് അതിൽ ഏലക്ക ഇടണം. നമ്മൾ ഗ്രാമ്പു പട്ട ഇതും കൂടെ ഇടണം. അതൊക്കെ ഒന്ന് മണത്തിനും ഇതൊക്കെ വേണ്ടിയാണ്. പിന്നെ നമ്മൾ തേങ്ങാക്കൊത്ത് ഇടുക. തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് വറുത്തെടുക്കണം. നാടൻ കറിക്കാണ് ഇതൊക്കെ മസ്റ്റാണ്. നല്ല മണം വരും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക? കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചതൊക്കെ എടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലൊരു മണം വരും കേട്ടോ. അതുവരെ നല്ല വൃത്തി മൂപ്പിച്ചെടുക്കണം. കുറച്ച് കരിഞ്ഞു പോയാലും കുറച്ച് നേരം മൂപ്പിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചെറിയ ഉള്ളിയില്ലേ, ചെറിയ ഉള്ളി നമുക്ക് എത്ര വേണമെങ്കിലും ഇടാം. അതിനനുസരിച്ച് ടേസ്റ്റും കൂടും കേട്ടോ. ചെറിയ ഉള്ളി ഞാനൊരു 20 എണ്ണമൊക്കെ കാണുള്ളൂ. ഇതിൽ അത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞത് കൂടാം. ഇതിനൊക്കെ ഒന്ന് ഇളക്കിയെടുക്കാം. ഉപ്പ് ചേർത്ത് വഴറ്റിയാൽ പെട്ടെന്ന് വഴണ്ട് വരും കേട്ടോ. അതൊന്ന് വഴറ്റിയിട്ട് നമ്മൾ ഈ മസാല എടുത്ത് വെച്ചിരുന്നില്ലേ, അതിനൊന്ന് തട്ടിക്കൊടുക്കാം. അതും ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് പച്ചമണം മാറുന്നത് വരെ അതിനൊന്ന് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം തക്കാളി ചേർക്കാൻ. തക്കാളിയും ചേർത്ത് നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അത് കഴിഞ്ഞിട്ട് അതാ നമ്മുടെ ബീഫ് കൂട്ടാൻ വെന്തിട്ടുണ്ട്. അതിനതാ നല്ലൊരു മണമാണ്. കുക്കർ തുറക്കുമ്പോൾ അടിപൊളി മണമാണ്. അതിന് നമുക്ക് അതിലോട്ട് തട്ടിക്കൊടുക്കാം. എന്നിട്ട് കുറച്ചും കൂടെ ഇളക്കി അതിനെ മിക്സ് ചെയ്ത് എല്ലായിടത്തും അതിൻ്റെ ഒരു ഇതെല്ലാം പിടിക്കുന്നവരെ വയ്ക്കണം. എന്നിട്ട് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിക്കണം. കുറച്ച് നേരം മതി. കുക്കറിൽ വെച്ച് വെന്ത സാധനമാണല്ലോ, അതുകൊണ്ട് അത്രയും വേവിക്കേണ്ട. കുറച്ച് നേരം അടച്ച് വെക്കണം. അതിൻ്റെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് അപ്പോഴൊക്കെ ഒരു നല്ലൊരു മണം വരും കേട്ടോ. അടിപൊളി. നമ്മുടെ ബീഫ് തയ്യാറായിട്ടുണ്ട്. നല്ല കുറുകിയ ചാറോടുകൂടി. നമുക്കിന്ന് കപ്പയും ബീഫാണ് ഇവിടെ. നിങ്ങൾക്ക് എന്താ ഇഷ്ടം? പൊറോട്ടയും ബീഫാണോ, ദോശയും ബീഫാണോ, പുട്ടും ബീഫാണോ, അതോ നമ്മുടെ പഴംപൊരിയും ബീഫാണോ? എന്താണെന്നൊന്ന് കമൻറ്റ് ഇട്ടേക്കണം. നിങ്ങളുടെ ഇഷ്ടം എന്താണെന്നൊന്ന് കമൻറ്റ് ഇട്ടേനെ. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇത് കൊതി വരുന്ന ഒരു സൂപ്പർ ടേസ്റ്റ്. എന്താ പറയുക, നല്ലൊരു ടേസ്റ്റ്. ഒരു സ്പെഷ്യൽ കൂട്ടായിട്ടാണ് വെച്ചിട്ടുള്ളത്. നല്ല ടേസ്റ്റായിരുന്നേ. നല്ല ടേസ്റ്റായിരുന്നു. നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കുക. കഴിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, സി യു.